ഹോ, ഇയാളുടെ മുഖത്തിനി എന്ന് പ്രണയം വന്ന് ഞാൻ കാണുമോ എന്തോ. കാശിയിൽ നിന്ന് മാറിക്കൊണ്ട് വീർപ്പിച്ച മുഖത്തോടെ തന്നെ അവൾ പിറുപിറുത്തു. എന്താ പറഞ്ഞേ? ഏ അവളുടെ ചുണ്ടിൻ്റെ അനക്കം കണ്ട് കാശി ആ ചുണ്ടുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നതും കാശിയുടെ ഇഷ്ടമല്ലല്ലോ. തുമ്പി ഒന്നുകൂടെ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ പരിഭവത്തോടെ നോക്കി. പിന്നെ അവനെ കടന്നു പോകാൻ നിന്നു. എന്താ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി നീ. കാശി തുമ്പിയെടുത്ത് പൊക്കി ടേബിളിൻ്റെ മുകളിൽ ഇരുത്തിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. ഓഹോ, അപ്പം പറയാതെ വീട്ടിലെന്നാണോ? അവൾ പുരികമുയർത്തി. സംശയം എന്താ? കാശിയും ഗൗരവത്തിൽ തന്നെയായിരുന്നു. ഞാനെന്നാ ഇപ്പോൾ ഓടും. തുമ്പി അവിടെ നിന്നും ചാടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ വേഗം അവളെ കെട്ടിപ്പിടിച്ചു. ഇത് കൊള്ളാലോ. കാശിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ തുമ്പിയുടെ കണ്ണൊന്ന് വിടർന്നു. അങ്ങനെ പിടിച്ചു വെച്ചാൽ ഞാൻ പോകാതിരിക്കൊന്നുമില്ല. എത്ര നേരം കാശിയേട്ടനിങ്ങനെ എന്നെ പിടിച്ചു വെക്കും? ഞാൻ നോക്കട്ടെ. തുമ്പി ചിരിയോടെ കാശിയുടെ നെഞ്ചിൽ കവിൾ ചേർത്തുകൊണ്ട് അവൻ്റെ ഓപ്പണായിട്ട് കിടക്കുന്ന ഷർട്ടിൻ്റെ ഭാഗം ഇത്തിരി തുറന്നു. എന്താ നീ കാട്ടണേ? തുമ്പിയുടെ നീണ്ട വിരലുകൾ അവൻ്റെ നെഞ്ചിലൂടെ അരിച്ചിറങ്ങാൻ തുടങ്ങിയതും കാശി ആ കൈ പിടിച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. ഞാനൊന്നും കാട്ടുന്നില്ല. അതിന് കാശിയേട്ടന് താല്പര്യമില്ലല്ലോ. തുമ്പി ഒറ്റ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ അവളെ തന്നിൽ നിന്നും മടർത്തി മാറ്റി. അയ്യോ, നേരത്തെ കാശിയേട്ടൻ ചോദിച്ചത് ഞാൻ പറഞ്ഞില്ലല്ലോ. പറയുന്നത് വരെ ഇങ്ങനെ പിടിച്ചോ. അവൻ്റെ മാറിയ കൈ എടുത്ത് തൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിക്കൊണ്ട് തുമ്പി നല്ലൊരു ചിരിയോടെ പറഞ്ഞു. ഡോറൊക്കെ അടച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും തുമ്പിയും കാശിയും ഒരുമിച്ച് ഡോറിൻ്റെ അവിടേക്ക് നോക്കി. അവിടെ ദേഷ്യത്തിൽ നിൽക്കുന്ന മീരയെ കണ്ടതും തുമ്പി കണ്ണും നിറക്കി അടച്ചുകൊണ്ടൊന്ന് തുറന്നു. അത് ശരിയാ. ഇല്ലെങ്കിൽ ചേച്ചിയെ പോലെ നാണമില്ലാത്ത ചിലർ വന്ന് ഇങ്ങനെ എത്തി നോക്കും. എത്ര പറഞ്ഞാലും അവർക്കൊന്നും നാണം വെക്കില്ല. അല്ല കാശിയേട്ടാ? തുമ്പി കാശിക്ക് മേലെ ഒന്നോട് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. അല്ല ചേച്ചി, എന്താ ഇപ്പം ഇവിടേക്ക് വന്നത്? കാശി മീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും ചിരിയോടെ ചോദിച്ചു. എനിക്ക് കാശിയോട് മാത്രമായിട്ട് ഒന്ന് സംസാരിക്കണം, മീര വീറോടെ പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല. ഉടനെ തന്നെ കാശിയുടെ ഗൗരവത്തിൽ കലർന്ന ശബ്ദം. അങ്ങനെ പറയല്ലേ കാശിയേട്ടാ. എന്തൊക്കെ പറഞ്ഞാലും ഈ ചേച്ചി പാവല്ലേ. ഇവർ അമ്മാതിരി പണി കാണിച്ചോണ്ടല്ലേ എനിക്ക് നിങ്ങളെ കിട്ടിയത്. ഇല്ലെങ്കിൽ ഞാൻ വെള്ളക്കടൽക്കരയിലും പാട്ട് പാടി നടക്കേണ്ടി വരുമായിരുന്നില്ലേ. ഉള്ളിൽ ചിരിയുടെ മുഖത്ത് നിഷ്കളങ്കത വരുത്തി തുമ്പി പറഞ്ഞു കേട്ടതും അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. ഞാൻ പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി. അവനോട് നന്നായി ചിരിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞതും മീര തൻ്റെ ദേഷ്യം നിയന്ത്രിച്ച് നിർത്തി. ആവശ്യം തൻ്റേതാണ്. അവൾ ഓർക്കാതെ ഇരുന്നില്ല. ചേച്ചി പറഞ്ഞു. എന്താ കാര്യം? തുമ്പി ആകാംക്ഷയോടെ മീരയെ നോക്കി. എനിക്ക് കാശിയുടെ ഓഫീസിലൊരു ജോലി, അത് പറയാനാണ് ഞാൻ വന്നത്. മാധവനെ വിശ്വസിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. പരമാവധി സങ്കടം വരുത്തിക്കൊണ്ട് മീര പറഞ്ഞു. ചേച്ചി ഇപ്പം പറഞ്ഞതുള്ള കാര്യമാണ്. മാധവനെ വിശ്വസിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ സ്വന്തമായി ജോലി ചെയ്യണം. പാവം കാശിയേട്ടാ, ചേച്ചിക്ക് വല്ല ജോലിയും കൊടുക്ക്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാനും കാണുമല്ലോ ഓഫീസിൽ. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. മീരയെ നോക്കി പറഞ്ഞുകൊണ്ട് അപ്പോഴും ഗൗരവത്തിൽ നിൽക്കുന്ന കാശിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തുമ്പി പറഞ്ഞു. അവളും ഇനി മുതൽ ഓഫീസിൽ പോകുന്നിടന്ന് കേട്ടതും മീര ദേഷ്യത്തിൽ തൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. എങ്ങനെയെങ്കിലും കാശിയേട്ടനെ തൻ്റെ വരുതിയിലാക്കണമെന്ന് കരുതിയതാണ്. വീട്ടിൽ നിന്ന് അത് പറ്റില്ലെന്ന് കരുതിയാണ് മീര ഓഫീസിലൊരു ജോലി കേട്ടത്. മീര ചേച്ചി സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് വന്നോ കേട്ടോ. അത് നോക്കി എന്ത് ജോലിയാണ് ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ തരാം. തുമ്പി പറഞ്ഞതും മീര കാശി ഒന്ന് നോക്കി. തൻ്റെ മുഖത്ത് പോലും അവൻ നോക്കുന്നില്ലെന്ന് കണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവൾ തിരികെ നടന്നു പോയി. പാവം, ഞാനിങ്ങനെ ഒട്ടി നിൽക്കുന്നത് ചേച്ചിക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു. തുമ്പി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു. നിന്നോട് ആര് പറഞ്ഞു അവൾക്ക് ജോലി കൊടുക്കാമെന്ന് പറയാൻ? കാശി അല്പം ദേഷ്യത്തിൽ അവളോട് ചോദിച്ചു. പറയാതെ പിന്നെ. ജോലി ചെയ്ത് പഠിക്കട്ടെ. ഇവിടെ കിടന്ന് ഇത്രയും നാൾ സൂചിച്ചതല്ലേ. ഇനിയിപ്പോൾ ചിലവിനെല്ലാം സ്വയം സമ്പാദിക്കുന്നത് നല്ലതാ. തുമ്പി പറഞ്ഞു കേട്ടതും കാശി അവളെ നിന്ന് നോക്കി. ശരി, അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നീയും വന്നേക്കണം. അത് കമ്പനി ചുറ്റിക്കാണലൊന്നുമല്ല, അവിടെ നന്നായി ജോലിയെടുക്കാൻ. നിന്റെ ചിലവ് അപ്പം നിനക്ക് നോക്കാലോ. കാശിയേട്ടാ. കാശി ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും അവൾ ദയനീയമായി അവനെ വിളിച്ചു. ഇതിലൊരു മാറ്റവുമില്ല. കാശി തീർപ്പ് കൽപ്പിക്കുന്നത് പോലെ പറഞ്ഞു. ഓ വേണ്ട, സ്വന്തം ഭാര്യയുടെ ചിലവ് നോക്കാൻ ഇത്രയും വലിയ ബിസിനസ്മാനായ നിങ്ങൾക്ക് പറ്റില്ലെന്നാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ആവശ്യത്തിന് പണം വാങ്ങിക്കൊള്ളാം. നിങ്ങൾ തരണ്ട. തുമ്പി അവനിൽ നിന്നും നീങ്ങി നിന്നു. അങ്ങനെ എൻ്റെ ഭാര്യ ആളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നത് എനിക്ക് കുറച്ചില്ലല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് കേട്ടാൽ മതി. ദേ, കൂടുതലും ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ. തുമ്പി ചുവന്ന മുഖത്തോടെ കാശിക്ക് നേരെ വിരൽ ചൂണ്ടി. എന്ത് ചെയ്യും നീ? അവളുടെ നീലക്കണ്ണിലും വീർത്ത കവിളിലും നോക്കി കാശി ചോദിക്കെ അവൻ്റെ കഴുത്തിൽ അമർത്തി കടിച്ചവൾ.
കാശി വേദന കൊണ്ട് എരിവ് വലിച്ചതും തുമ്പി കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി. കണ്ണുകൾ അടച്ചു നിൽക്കുന്നവനെ കൊതിയോടെ നോക്കിക്കൊണ്ട് തൻ്റെ പല്ല് പതിഞ്ഞിടത്തിൽ നാവൻ ചുണ്ടുകൊണ്ട് തഴുകി അവൾ. ഇപ്പോൾ വേദന മാറിയില്ലേ? കണ്ണുകൾ അടച്ചു നിൽക്കുന്ന കാശിയുടെ ചെവിയിലായി പതിഞ്ഞ ശബ്ദത്തിൽ തുമ്പി ചോദിച്ചതും ചുവന്നു തുടങ്ങിയ കണ്ണുകൾ തുറന്നവൻ അവളെ നിന്ന് നോക്കി. അവളുടെ മുഖം മുഴുവനും വല്ലാത്ത ആവേശത്തോടെ പാഞ്ഞു നടക്കുവാണ് അവൻ്റെ കണ്ണുകൾ. ആ നോട്ടത്തിൽ കവളിൽ ചുവപ്പ് അരിച്ചു കയറി തുമ്പി അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് കാശിയെ മുറുക്കെ പിടിച്ചു നിന്നും. പെട്ടെന്ന് തുമ്പിയൊന്ന് ഉയർന്നതും അവൾ പേടിയോടെ കാശിയെ നോക്കി. അവർ രണ്ട് കൈകളിലുമായി കോരിയെടുത്തുന്നത് പോലെ ഡോറിനരികിലേക്ക് പോകുന്നുണ്ട്. ഡോർ അടയ്ക്കുക. തുമ്പിയുടെ കണ്ണിൽ നോക്കി കാശി പറഞ്ഞു കേട്ടതും വിടർന്ന കണ്ണോടെ അവൾ അവനെ നോക്കി. കണ്ണുകൊണ്ട് ഡോർ അടയ്ക്കാൻ പിന്നെയും പറഞ്ഞതും തുമ്പി ഒരു ചിരിയുടെ ഡോർ ലോക്ക് ചെയ്തു. അവളെയും കൊണ്ട് കാശി നേരെ ബെഡിലേക്കാണ് പോയത്. അവളെ സൂക്ഷിച്ച് അവിടെ കിടത്തിക്കൊണ്ട് അവളുടെ മുകളിലേക്ക് കൈകൾ കുത്തി നിർത്തിയവൻ. കാശിയിൽ നിന്നും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്ത തുമ്പി അമ്പരപ്പോടെയാണ് കിടക്കുന്നത്. ചുവന്നോ? അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കേട്ടതും തുമ്പി മനസ്സിലാവാതെ അവനെ നോക്കി. ദേ ഇവിടെ ചുവന്നോ എന്ന്. തൻ്റെ കഴുത്തിൽ അവൾ കടിച്ച പാടിൽ തഴുകിക്കൊണ്ട് കാശി ചോദിച്ചതും തുമ്പിയുടെ കണ്ണുകൾ അങ്ങോട്ട് നീങ്ങി. അവിടെ ചുവന്ന പാട് കണ്ടവൾ നാണത്തോടെ തല കുലുക്കുമ്പോൾ അവളിൽ തൻ്റെ ഭാരം അമർത്തിയവൻ. പരസ്പരം മുടലുകൾ തൊട്ടുരുമിയതും തുമ്പി കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു. അപ്പോൾ ഞാനും തിരിച്ച് ചുവപ്പിക്കണ്ടേ? അതല്ലേ? അതെ ശരി. കാശി പറഞ്ഞു കേട്ടതും നാണത്തോടെ മുഖം താഴ്ത്തി കിടന്നവൾ അവനെ രൂക്ഷമായി നോക്കി. പിന്നെ അവനിൽ നിന്നും മാറാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ കൈബലത്തിൽ നിന്ന് അവൾക്ക് പുറത്തു കടക്കാനായില്ല. അങ്ങനെ എനിക്ക് മാത്രമായിട്ട് കിട്ടിയാൽ പോരല്ലോ. കാശി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് പറഞ്ഞതും അവൻ്റെ ചുടിശ്വാസം കഴുത്തിൽ അടിച്ചവൾ അടങ്ങിക്കിടന്നു. അവളുടെ മുഖത്തേക്ക് നിന്ന് നോക്കി തുമ്പിയുടെ തുടുത്ത കഴുത്തിൽ അല്പം വേദനിക്കും പോലെ കടിച്ചു അവൻ. കാശിയേട്ടാ. വേദനിക്കും പോലെ അവൾ എരിവ് വലിച്ചുകൊണ്ട് അവനെ തന്നിൽ നിന്നും തള്ളി നീക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളിൽ നിന്നും ഒന്നുകൂടെ ചാഞ്ഞുകൊണ്ട് ആ കടിച്ച ഭാഗത്ത് കാശി ചുണ്ടമർത്തിയതും തുമ്പിയുടെ കണ്ണെന്നും ഇഴിഞ്ഞു. അവൾ ഞെട്ടലോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കാൻ നിന്നതും അതിനവളെ സമ്മതിക്കാതെ തൻ്റെ നാവ് കൊണ്ട് ആഴത്തിൽ നിന്ന് നുണഞ്ഞു അവൻ. അവൻ്റെ ആ ഒരൊറ്റ പ്രവൃത്തിയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ അവളെന്ന് മൂളി. ഇത്തിരി നേരം അവൻ്റെ നാവ് അവിടെ മാത്രം വിശ്രമിച്ചുകൊണ്ട് അവളുടെ കഴുത്ത് മുഴുവനും ഇഴഞ്ഞു നടന്നു. വേദനിച്ചും കടിച്ചിട്ടും നുണഞ്ഞും അവൾ ഞെരിപിരി കൊള്ളിച്ചുകൊണ്ട് കാശി മുന്നേറുമ്പോൾ അവളിൽ നിന്നും പതിഞ്ഞ ശബ്ദത്തിൽ ശീൽക്കാര ശബ്ദം ഉയർന്നു വന്നു. കാശിയേട്ടാ. അവൻ്റെ തലമുടിയിൽ വിരലുകൾ കോർത്തുകൊണ്ട് വശ്യസ്വരത്തിൽ തുമ്പി വിളിച്ചതും അവളെ ചുവന്ന മുഖത്തേക്ക് അവനൊന്ന് നോക്കി. കണ്ണുകളടച്ച് ചെറുതായി വിയർത്ത് തുടങ്ങിയ അവളുടെ മുഖം. ആ ഭാവത്തിൽ തന്നെ അവളുടെ നീലക്കണ്ണ് കാണാൻ അവനുള്ളിൽ ചെറിയൊരു മോഹം. പതിപ്പീരികൾ നിറഞ്ഞ തുമ്പിയുടെ കണ്ണുകളിൽ ഊതിക്കൊണ്ട് കാശി മുഖം ഉയർത്തിയതും ഞെട്ടലോടെ തുമ്പി കണ്ണ് തുറന്നുകൊണ്ട് അവനെ നോക്കി. കാശിയുടെ കണ്ണിലെ ഭാവം അത് എന്താ? തുമ്പി അവനെ തന്നെ നോക്കി. അവളുടെ കണ്ണിലെ കൃഷ്ണമണിക്കുള്ള ചലനം നോക്കി ആ നെറ്റിയിൽ പടർന്നു കിടക്കുന്ന തലമുടി ഒതുക്കി വെച്ചുകൊണ്ട് അവിടെ നിന്ന് അമർത്തി ചുംബിക്കുമ്പോൾ തുമ്പിയുടെ ചുണ്ടുകളൊന്ന് വിതുമ്പി. അവൾ നിറയാൻ തുടങ്ങിയ കണ്ണുകൾ അമർത്തി അടച്ചു. എങ്കിലും ഒരു തുള്ളി കണ്ണുനീർ ആ പീരിയിൽ തങ്ങി നിന്നു. അവളുടെ ചെറിയ വിതുമ്പൽ കണ്ടതും കാശി മുഖമുയർത്തി അവളെ നിന്ന് നോക്കി. ആ കരച്ചിൽ താൻ അവളെ ഉമ്മ വെച്ചത് കൊണ്ടല്ലെന്ന് മറ്റാരെക്കാളും അവനറിയാം. അതുകൊണ്ട് തന്നെ എന്തിനാ കരഞ്ഞെന്ന് അവൻ ചോദിക്കാൻ മുതിർന്നില്ല. എന്തിനാ ഞാൻ കരഞ്ഞെന്ന് ചോദിക്കാത്തത് എന്താ? കാശി അവളെ തന്നെ നോക്കി കിടക്കുന്ന കണ്ടതും വീർത്ത മുഖത്തോടെ തുമ്പി അവനെ കണ്ണു കുറിപ്പിച്ച് നോക്കി. അപ്പോഴും കാശി ഒന്നും മിണ്ടിയില്ല. എനിക്ക് സങ്കടം വന്നിട്ടാ. ഇതുപോലെയൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അവൻ ചോദിക്കുന്നില്ലെന്ന് കണ്ടതും കാശിയിൽ തന്നിൽ നിന്നും മറിച്ചിട്ടുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞവൾ. അതിന് മറുപടിയായിട്ട് കാശി ഒന്നും മിണ്ടിയില്ല. വെറുതെ അങ്ങനെ കിടന്നു. പക്ഷെ അവൻ്റെ കൈ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അത് നോക്കി തെളിഞ്ഞ ചിരിയോടെ അവൾ കണ്ണുകൾ അടച്ചു. ഞാൻ ഉറങ്ങിപ്പോയെ വിളിക്കണേ കാശിയേട്ടാ. ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിൽ ശരിയാകില്ല. എല്ലാവരും ഉള്ളതല്ലേ. തുമ്പി അവൻ്റെ നെഞ്ചിൽ അങ്ങനെ തന്നെ കിടന്നു. അവളുടെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് കാശി മുകളിലേക്ക് നോക്കി കിടന്നു. തുമ്പിയെ കണ്ടത് അവൻ നോർത്ത് നോക്കി. ഒരു ഉണ്ടക്കുട്ടി. അങ്ങനെയാണ് കാശിക്ക് അവളെ ആദ്യം കണ്ടപ്പോൾ തോന്നിയത്. ആദ്യമായി ഇഷ്ടം പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. വഴക്ക് പറഞ്ഞപ്പോൾ പെണ്ണുക്കവളിൽ ഉമ്മ വെച്ചത്. ആ ദേഷ്യത്തിലായിരുന്നു തള്ളി മാറ്റിയത്. പക്ഷെ താഴെ വീഴുമെന്ന് ഓർത്തില്ല. നെറ്റി പൊട്ടി ചോരയുമായി തന്നെ നോക്കി വിതുമ്പി അവളുടെ മുഖം ഇപ്പോൾ എന്നതുപോലെ കൺമുന്നിലുണ്ട്. കാശി ഒരു ദീർഘശ്വാസം എടുത്തു. രവിശങ്കർ എന്ന ബിസിനസ്മാൻ മുന്നിൽ വന്നപ്പോൾ തന്നെ തോന്നിയിരുന്നു ഇവളുടെ നിർബന്ധമായിരിക്കുമെന്ന്. ഇത്രയും ദിവസം എവിടെയായിരുന്നെന്ന് മനസ്സിൽ ഒരു ചോദ്യം വന്നുവെങ്കിലും അതവൻ അടക്കി വെച്ചു. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ആ പഴയ ഉണ്ടക്കുട്ടിയുടെ ഓരോ ഭാവങ്ങൾ തന്നെ. കാശി നെഞ്ചിൽ കിടന്നുറങ്ങിപ്പോയ തുമ്പി എന്ന് നോക്കി.
കുഞ്ഞു പിള്ളേരെ പോലെ ചുണ്ടൽപ്പം കൂർപ്പിച്ചു പിടിച്ചാണ് ഉറക്കം. അത് കണ്ടതും അവൻ ഗൗരവത്തിൽ തന്നെ നോട്ടം മാറ്റി. മീരയുമായി അച്ഛൻ കല്യാണം ഉറപ്പിച്ചപ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതാണ് 6 മാസം വരെയും മീര ഈ ബെഡിലൊന്ന് ഇരിക്കുക പോലും ചെയ്യാത്തത്. എന്നിട്ടും ഇവളിങ്ങോട്ട് ഇടിച്ചു കയറി വന്നിട്ടും താനൊന്നും ചെയ്യുന്നില്ലല്ലോ. ഒരടി കൊടുത്ത് അടക്കി നിർത്താനോ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ 2 വാക്ക് പറയാനോ അറിയാൻ വയ്യാഞ്ഞിട്ടില്ല. പക്ഷെ പറ്റുന്നില്ല. എന്താകും അങ്ങനെ? അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. ഞാനും കൂടെ വരട്ടെ തുമ്പി? പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് പോകാൻ റെഡിയായിട്ട് ഇറങ്ങിയ തുമ്പിയോട് ഒരു പരുങ്ങലോടെ ചോദിച്ചു പാറു. അതെന്താ ഇവിടെ ഇരുന്ന് ബോറടിച്ചോ? തുമ്പി ചെറിയ ചിരിയോടെ ചോദിച്ചു അവളോട്. ഇവിടെ ഇപ്പോൾ ആരുള്ളേ? ചൈത്യ ചേച്ചി മാഫിയണ്ണും കൂടെ വരുമല്ലേ നിന്റെ കൂടെ? പിന്നെ ഇവിടെ സംസാരിച്ചിരിക്കാനുള്ളത് നീരുചേട്ടനല്ലേ? പുള്ളിയോട് അധികം മിണ്ടിയ സംശയരോഗമായിട്ട് വരും പൂജ ചേച്ചി. പാറു വിഷമത്തോടെ പറഞ്ഞു കേട്ടതും തുമ്പി ഒന്ന് ചിരിച്ചു. എന്നാൽ പിന്നെ വേഗം റെഡിയായിട്ട് വന്നു. കാശിയണ്ണ ഇപ്പോൾ വരും, അതിനു മുൻപ് തന്നെ വന്നേക്കണേ. തുമ്പി പറഞ്ഞു കേട്ടതും പാറു സന്തോഷത്തോടെ തല കുലുക്കിക്കൊണ്ട് അവളെ റൂമിലേക്ക് ഓടി. ഈ പെണ്ണിത് എന്തിനാണ് ഇങ്ങനെ ശരം വിട്ടതുപോലെ ഓടുന്നത്? പാറു ഓടിപ്പോകുന്ന കണ്ടതും അമ്മായി സംശയത്തോടെ ചോദിച്ചു. അവരുടെ അടുത്ത് തന്നെ രാധ അമ്മയുടെ കാൽ തടവി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മൊത്തം ദേഷ്യവും രാധയുടെ മുഖത്തുണ്ട്. വീട്ടിൽ വന്നോട്ടെ എന്ന്. പാറുവിനെ ഇവിടെ ഇരുന്നാൽ ബോറടിക്കും, അപ്പം ഞാൻ കൂടെ കൂട്ടാന്ന് കരുതി. തുമ്പി പറഞ്ഞു കേട്ടതും അമ്മായി ഇന്ന് അമർത്തി മൂളി. മീരയും മാധവും എല്ലാം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴേക്കിറങ്ങിയതാണ്. സ്ലീവ്ലെസ് ടോപ്പും തുടവരെ നിൽക്കുന്ന ഷോർട്ട്സും ഇട്ട് അമ്മായിയോട് കാര്യം പറഞ്ഞു നിൽക്കുന്ന തുമ്പിയെ കണ്ടതും മാധവ് അങ്ങനെ തന്നെ അവിടെ നിന്ന് പോയി. അവൻ്റെ കണ്ണുകൾ ഒക്കെ വല്ലാണ്ട് വിടർന്ന് നിൽപ്പുണ്ട്. തുമ്പി അവൻ മൊത്തത്തിലൊന്ന് നോക്കി. അവളുടെ തൊടുത്ത ശരീരം നോക്കി വെള്ളം ഇറക്കുന്ന മാധവിനെ മീര ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി. ഓഹ്, ഇതാണ് പെണ്ണ്. അല്ലാതെ നിന്നെ പോലെ തന്നെ നോക്കി ദഹിപ്പിക്കുന്ന മീരയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് മാധവിൻ്റെ നോട്ടം വീണ്ടും തുമ്പിയിലേക്ക് നീണ്ടു. ആ സമയം തന്നെയാണ് മുകളിൽ നിന്നും കാശി ഇറങ്ങി വന്നത്. അത് കണ്ടതും മീരയും മാധവും വേഗം തന്നെ താഴേക്കിറങ്ങി നിന്ന് കൊടുത്തു. ഇനിയിപ്പോൾ ഇത്രയും നേരമായില്ലേ മോനെ, രാവിലെയുള്ളത് കഴിച്ചിട്ട് പോകാം. അവർ പോകാൻ റെഡിയായി വന്നു എന്ന് കണ്ടതും വാസുദേവൻ ചിരിയോടെ കാശിയോട് പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ നോട്ടം പോയത് തുമ്പിയിലേക്കാണ്. ആ, അങ്ങനെ ആകട്ടെ അച്ഛാ. തുമ്പി പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിൾ അരയിലേക്ക് നടന്നു. കൂടത്തിൻ്റെ ബാക്കിയുള്ളവരും ചൈതന്യയും അഫിയും പാറും എല്ലാം റെഡിയായി വന്നു. അവിടെയൊപ്പം കൂടി തുമ്പിയുടെ അരികിൽ കാശിയും പാറുവുമാണ് ഇരിക്കുന്നത്. പാറുവിനെ അപ്പുറത്തായി ചൈതന്യയും അഫിയും. തുമ്പിയെ കാണാൻ പാകത്തിനാണ് മീരയും മാധവും ഒക്കെ ഇരിക്കുന്നത്. മുന്നിലുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും മാധവിൻ്റെ ശ്രദ്ധ മുഴുവനും തൻ്റെ മുൻപിലിരിക്കുന്ന തുമ്പിയിൽ തന്നെയാണ്. അത് കാണാൻ മീരയ്ക്ക് വല്ലാത്ത ആമർശമാണ് തോന്നിയത്. എല്ലാവർക്കും അവളെ മതി. മീര തുമ്പിയുടെ സൗന്ദര്യത്തിലേക്ക് അസൂയയോടെ നോക്കി. അയ്യോ, ഇതെന്ത് പറ്റിയതാ തുമ്പി? എന്തെങ്കിലും അലർജിയാണോ? തുമ്പിയുടെ ചുവന്ന് കിടക്കുന്ന കഴുത്തിലേക്ക് നോക്കിക്കൊണ്ട് പാറു സംശയത്തോടെ ചോദിച്ചു. അവളുടെ ആ വാക്ക് കേട്ടതും എല്ലാടെയും നോട്ടം തുമ്പിയുടെ കഴുത്തിലേക്ക് തന്നെ പോയി. കാശിയെ കാണാൻ വേണ്ടി അവിടെ റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ട കാശിയാണ് മീരയ്ക്ക് ഓർമ്മ വന്നത്. ആ ഓർമ്മയിൽ അവൾ ദേഷ്യം കൊണ്ട് വിറച്ചുവെങ്കിലും പുറത്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് മുഖം താഴ്ത്തി പിടിച്ച് അമർഷത്തോടെ ഇരുന്നു. അയ്യോ, ഇത് നല്ലതുപോലെ ചുവന്ന് കിടക്കുന്നുണ്ടല്ലോ മോളെ. അലർജി എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പോകുന്ന വഴി ഹോസ്പിറ്റലിൽ കാണിക്കാം. ചൈതന്യം ഒന്ന് എത്തി നോക്കിക്കൊണ്ട് അല്പം പരിഭ്രമത്തോടെ തന്നെ പറഞ്ഞു. കാശി തുമ്പിയൊന്ന് ഇടം കണ്ണിട്ട് നോക്കി. വെണ്ണത്തൊൽക്കുന്ന നിറമായതുകൊണ്ട് തന്നെ കഴുത്തിലുള്ള ചുവന്ന പാട് നല്ല രീതിയിൽ എടുത്തറിയുന്നുണ്ട്. അതിപ്പോൾ ചുവന്ന് ചെറിയ നീലയും കലർന്ന ഒരു കളറായി മാറിയിട്ടുണ്ട്. എല്ലാടെയും സംശയത്തോടെയുള്ള നോട്ടം തൻ്റെ മുഖത്തെത്തിയതും തുമ്പി കാശി ഒന്ന് നോക്കി. അവനൊന്നും മൈൻഡ് ചെയ്യാതെ കഴിക്കുന്ന കണ്ടതും തുമ്പി ഒരു കള്ളച്ചിരി ചിരിച്ചു. ഷോ, ഈ കാശിയേട്ടൻ്റെ ഒരു കാര്യം, ഇവിടെ ആളുകളുള്ള കാര്യമൊന്നും ഒരു ഓർമ്മയില്ല. തുമ്പി നാണത്തോടെ പ്ലേറ്റിൽ വരച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും കാശി തിരിഞ്ഞുകൊണ്ട് അവളെ രൂക്ഷമായി നോക്കി. മാധവാണെങ്കിൽ നല്ലതുപോലെ ഞെട്ടിത്തരിച്ചിരിക്കുന്നുണ്ട്. 6 മാസം മീരയുടെ കൂടെ കഴിഞ്ഞിട്ടും അവളുടെ വിരൽത്തുമ്പിൽ പോലും കാശി തൊട്ടിട്ടില്ല എന്ന ബോധ്യം അവനുണ്ടായിരുന്നു. അങ്ങനെയായിരിക്കും തുമ്പിയോടെന്നാണ് അവൻ കരുതിയിരുന്നത്. വല്ലാത്തൊരു പകയോടെ അവൻ കാശിയെയും തുമ്പിയെയും മാറി മാറി നോക്കി. നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലേ വേണേ? അയ്യേ എന്നിരിക്കുന്ന എല്ലാടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മായി പാറുവിനെ ദഹിപ്പിച്ചു നോക്കി. അതിന് ഞാൻ അറിഞ്ഞോ ഇതിങ്ങനെയൊക്കെയാണെന്ന്? പാറു മുഖത്ത് നിറഞ്ഞ നാണത്തോടെ പറഞ്ഞു. വാസുദേവനാണെങ്കിൽ മുഖം കുറിച്ച് ചിരിയോടെ ഇരിക്കുന്നുണ്ടെങ്കിലും അയാളുടെ മനസ്സൊന്ന് നിറഞ്ഞു. പതിയവർ ഒരുമിക്കാൻ തുടങ്ങുന്നുണ്ട്. അയാൾക്ക് അതന്നെ ആശ്വാസമാണ്. അല്ലെങ്കിലും തുമ്പിയല്ലേ ആള്. അയാൾ വാത്സല്യത്തോടെ തുമ്പിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചിന്തിച്ചു. അഫിയാണെങ്കിൽ കാശിയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ സ്ഥായിഭാവമായ ഗൗരവം തന്നെയാണ്. നിന്റെ ഏട്ടന് നല്ല തോലിക്കട്ടിയാ. അഫി കഴിക്കുന്ന ശ്രദ്ധ തിരിച്ചുകൊണ്ട് തൻ്റെ അരികിലിരിക്കുന്ന ചൈതന്യോട് പതിയെ പറഞ്ഞു. അതിനവൾ തിരികെ അഫിയെ കണ്ണുകൊട്ടി കാണിച്ചു. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം അച്ഛാ. അമ്മായി. തുമ്പി വാസുദേവൻ നിന്ന് പുണർന്നുകൊണ്ട് അടുത്ത് നിൽക്കുന്ന അമ്മയെ വിളിച്ചു. ആ ശരി, സൂക്ഷിച്ചൊക്കെ പോയിട്ട് വാ.
അമ്മായി എന്ന് മോളിക്കൊണ്ട് പറഞ്ഞ് കിടത്തും തുമ്പി ചിരിയോടെ രാധയുടെ മുഖത്തേക്ക് നോക്കി. തങ്ങളെ യാത്ര അയക്കാൻ പുറത്തു വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മുഖം കുട്ട പോലെ വീർത്തു തന്നെ ഇരിപ്പുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി തുമ്പി. അവളുടെ അടുത്ത് ചൈതന്യയും പാറുമുണ്ട്. ഡ്രൈവ് ചെയ്യുന്നത് കാശിയാണ്. അവൻ്റെ അടുത്തായിട്ട് അഫി ഓരോന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാം ബിസിനസ് കാര്യമാണെന്നേ ഉള്ളൂ. അവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട് തുമ്പി? പാറു ആകാംക്ഷയോട് ചോദിച്ചു. അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെയുണ്ട്. പക്ഷേ ഇത് എല്ലാവരും ഒറ്റ ആളാണെന്നേ ഉള്ളൂ, എൻ്റെ അച്ഛ. തുമ്പി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞ് കിടത്തും ചൈതന്യ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. രവിശങ്കറിന് ആവശ്യമുള്ള ഡ്രസ്സും അല്പം സീറ്റ്സും ഒക്കെ ആയിട്ടാണ് അവർ ഫ്ലാറ്റിന് മുൻപിലെത്തിയത്. അവിടെ നിന്നും കോളിംഗ് ബെല്ലടിച്ച് അയാളെ കാത്തു നിൽക്കുമ്പോൾ തുമ്പിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ഇത്രയും ആളുകളൊക്കെ തങ്ങൾ ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാണ്. ഡോർ തുറന്ന മനോഹരമായ ചിരിയോടെ വരുന്ന രവിശങ്കറിനെ തുമ്പി ചിരിയോടെ കെട്ടിപ്പിടിച്ചു. അവിടെ സ്നേഹപ്രകടനം കണ്ട് എല്ലാവരും അകത്തേക്ക് കടന്നു. ചൈതന്യ കൊതിയോടെ ആ അച്ഛൻ്റെയും മോളുടെയും സ്നേഹം നോക്കി നിന്നു.